മറ്റുള്ളവരുടെ കുറവുകളും നെഗറ്റീവ്സും സംസാരിക്കുമ്പോൾ അത് നമ്മുടെ ഗോൾസിനെയും നമ്മുടെ ലൈഫിലുള്ള മാനിഫെസ്റ്റേഷനെയും അത് ബാധിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനു മുൻപേ നിങ്ങൾ ആദ്യം അറിയണം എനർജിയെക്കുറിച്ച്. നമ്മളും നമ്മുടെ ചിന്തകളും അതുപോലെ ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളും എല്ലാത്തിലും ഊർജ്ജമുണ്ട് അല്ലേ? എല്ലാത്തിലും എനർജിയാണ്. എവിടെയൊക്കെ എനർജി ഉണ്ടോ അവിടെയൊക്കെ എന്താ സംഭവിക്കുന്നത്? അതെല്ലാം ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹൈ എനർജി ആണെങ്കിൽ ഹൈ എനർജിയുള്ള വസ്തുക്കളായിരിക്കും നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. നമ്മൾ ലോ എനർജി ആയിരിക്കും എന്താ സംഭവിക്കുക? ലോ എനർജിയുള്ള വസ്തുക്കളായിരിക്കും നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ കുറവുകളെക്കുറിച്ചും നെഗറ്റീവ്സിനെ കുറിച്ചും നിരന്തരമായി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മളുടെ എനർജി എങ്ങനെയായിരിക്കും? ലോ ആയിരിക്കും, ഹൈ ആയിരിക്കും? തീർച്ചയായും എന്തായിരിക്കും? ലോ എനർജി ആയിരിക്കും നമ്മൾക്കുണ്ടാവുക. അങ്ങനെ ലോ എനർജിയുള്ള നമ്മളിലേക്ക് ഹൈ എനർജിയുള്ള വസ്തുക്കൾ വന്ന് അട്രാക്റ്റ് ചെയ്യുമോ? ഒരിക്കലും അട്രാക്റ്റ് ചെയ്യില്ല. ലോ എനർജിയുള്ള നമ്മളിലേക്ക് ആ ലോ എനർജിയുള്ള എന്തൊക്കെയാണോ ഇവിടെ ഉള്ളത്, ലോ എനർജിയുള്ള വസ്തുക്കൾ അതായിരിക്കും നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. ലോ എനർജിയുള്ള വസ്തുക്കൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കാം? ഈഗോ ഉണ്ടാവാം, ഗിൽട്ട് ഉണ്ടാവാം, അങ്ങനെയുള്ള സാഹചര്യങ്ങളും അങ്ങനെയുള്ള വസ്തുക്കളുമായിരിക്കും നമ്മളിലേക്ക് വന്ന് അട്രാക്റ്റ് ചെയ്യുക. അതുകൊണ്ടാണ് മറ്റുള്ളവരെക്കുറിച്ച് കുറ്റങ്ങളും കുറവുകളും സംസാരിക്കുമ്പോൾ നിത്യജീവിതത്തിൽ നമ്മൾ അറിയാതെ ഉപയോഗിക്കുന്ന ചില കാര്യങ്ങൾ എന്താ സംഭവിക്കണേന്ന് അറിയാമോ? അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മുടെ എനർജി കുറയും. നമ്മളെപ്പോഴൊക്കെ എനർജി കുറയുമ്പോൾ നമ്മുടെ ഫ്രീക്വൻസിയും എന്തായിരിക്കും? ലോയിലേക്ക് പോകും. അങ്ങനെ ഫ്രീക്വൻസി ലോയിലേക്ക് പോകുമ്പോൾ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്ന സംഭവങ്ങളെല്ലാം ലോ ഫ്രീക്വൻസിയുള്ള സാധനങ്ങളായിരിക്കും. അപ്പോൾ ഇന്ന് മുതൽ ഒന്ന് ആലോചിക്കണം. മറ്റുള്ളവരെക്കുറിച്ച് കുറ്റങ്ങളും കുറവുകളും നമ്മൾ സംസാരിക്കുമ്പോൾ ആലോചിക്കുക, അയ്യോ എൻ്റെ എനർജി ലോ ആവും. എൻ്റെ എനർജി ലോ ആയാൽ ലോ ഫ്രീക്വൻസി ആവും. അപ്പോൾ ലോ ഫ്രീക്വൻസിയുള്ള സംഭവങ്ങൾ മാത്രമേ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മുടെ ഗോൾസൊക്കെ ഭയങ്കര ഹൈ ഫ്രീക്വൻസി ആയിരിക്കും. വലിയ വലിയ സംഭവങ്ങളൊക്കെ ആയിരിക്കും നമ്മളുടെ ആഗ്രഹങ്ങളും എല്ലാം. പക്ഷെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യാറില്ല. കാരണം നമ്മളുടെ ഊർജ്ജം എങ്ങനെയാണ്? ലോയിലാണ് നിൽക്കുന്നത്. നമ്മൾ എപ്പോഴാണോ ഹൈ ഊർജ്ജത്തിലേക്ക് മാറുന്നത് അപ്പോൾ നമ്മളിലേക്കും ഹൈ ഊർജ്ജമുള്ള വസ്തുക്കൾ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ മറ്റുള്ളവരുടെ കുറവുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവും, നമ്മളെ വിഷമിപ്പിച്ച ആളുകളൊക്കെ നമ്മളുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അവരുടെ കുറ്റങ്ങളും കുറവുകളെയൊക്കെ നമ്മൾ കാണും. പക്ഷെ മനഃപൂർവ്വം നമ്മൾ മാറ്റുക. അവരിൽ എല്ലാ ആളുകളിലും നന്മകളുണ്ട്. അപ്പോൾ അവരുടെ നന്മകളെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിച്ചു തുടങ്ങുക. അവരെ കാണുമ്പോൾ ഒരു 10 നന്മ അവർ ഒരുപാട് ക്വാളിറ്റീസുള്ള ആളുകളായിരിക്കാം. എല്ലാ ആളുകളും, എല്ലാവരിലും കുറവുകളുണ്ടാവും, നല്ലതും ഉണ്ടാവും. അപ്പോൾ ആ നല്ലതിനെ കാണാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മളുടെ ഊർജ്ജം എന്താ സംഭവിക്കുന്നത്? ഹൈ ഊർജ്ജത്തിലേക്ക് നമ്മൾ മാറും. ഹൈ ഊർജ്ജത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ നമ്മുടെ ഊർജ്ജം കൂടുന്തോറും എന്ത് സംഭവിക്കും? നമ്മളുടെ ഫ്രീക്വൻസിയും കൂടും. അങ്ങനെ ആകുമ്പോൾ ഹൈ ഫ്രീക്വൻസി ഉള്ള സംഭവങ്ങൾ നമ്മളിലേക്ക്, നമ്മുടെ ലക്ഷ്യങ്ങളും ഗോൾസുകളൊക്കെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് തുടങ്ങും. അപ്പോൾ പല ടെക്നിക്സുകളും നമ്മൾ ഉപയോഗിക്കാറുണ്ടാവും അല്ലേ? ചിന്തിച്ചിട്ടുണ്ടോ? ഒരേ ടെക്നിക്ക് തന്നെ പല വ്യക്തികൾ ചെയ്യും. പക്ഷേ ചില ആളുകൾക്ക് നടക്കും, ചില ആളുകൾക്ക് നടക്കുന്നില്ല. അപ്പോൾ അവിടെ ടെക്നിക്സിനൊന്നും അല്ല കേട്ടോ പ്രോബ്ലം, അവരുടെ ഊർജ്ജമാണ്. ഹൈ ഊർജ്ജമുള്ള വ്യക്തികൾ ചെയ്യുമ്പോൾ അവരിലേക്ക് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്ത് വരും. അപ്പോൾ ഇന്ന് മുതൽ ആലോചിക്കുക, നമ്മളുടെ ഹൈ ഫ്രീക്വൻസിയിലാക്കുക, ഹൈ എനർജി ഉള്ള ആളുകളായിട്ട് മാറാൻ നമ്മൾ ശ്രമിക്കുക. ഞാൻ ഈ പറഞ്ഞ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വാസത്തോടെ നിർത്തുന്നു. താങ്ക് യു.